പ്രത്യക്ഷത്തിൽ നിസാരമെന്ന് തോന്നുന്ന പലതും ഫലത്തിൽ നിസാരമായിരിക്കില്ല. ചെറിയ പാപം വലിയ പാപത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമാകുന്നു എന്നാണ്. സഭാപ്രസംഗി 10-ാം അധ്യായം 1-ാം വാക്യം. സഭാപ്രസംഗിയുടെ എഴുത്തുകാരനായ ശലോമോന്റെ ഓരോ വാക്കുകളും ശ്രദ്ധേയവും ചിന്തനീയവുമാണ്. ദൈവത്തിൽ നിന്നും അസാമാന്യ ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും ഘനമേറിയതും ശ്രദ്ധേയവുമത്രേ. കേവലം ഒരു വാമൊഴിയായി ഇതിനെ ഗണിക്കുക മാത്രമല്ല, മറിച്ച് ദൈവീക ശക്തി പ്രാപിച്ച് മുഴിഞ്ഞിരിക്കുന്ന ഒരു ആത്മീക സത്യമായിട്ടത്രേ ഇതിരിക്കുന്നത്. വളരെ വിലപിടിച്ച സുഗന്ധ വസ്തുക്കൾ നിശ്ചിത അളവിലും തൂക്കത്തിലും വേണ്ട വിധം ചേർത്ത് രൂപപ്പെടുത്തിയെടുത്ത സുഗന്ധമേറിയതും വിലപിടിപ്പുള്ളതുമായ തൈലം തൈലക്കാരൻ്റെ അല്പനേരത്തെ അശ്രദ്ധയുടെ ഫലമായി ദുർഗന്ധപൂരിതമായി തീരുന്നു. ദുർഗന്ധവാഹിയായ ഈച്ച സുഗന്ധമേറിയ ആ തൈലത്തിൽ അകപ്പെട്ടതിൻ്റെ ഫലമായി വിലയേറിയ തൈലം നിമിഷങ്ങൾക്കുള്ളിൽ വിലയറ്റതും വെറുക്കപ്പെട്ടതുമായ ഒരു വസ്തുവായി മാറി. എത്രമാത്രം ബുദ്ധിയും സ്ഥാനമാനങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കേവലം ഒരു നിസ്സാര ബുദ്ധിമോശം മതി നമ്മൾക്കുള്ള സകല ബുദ്ധികൂർമ്മതയും നിഷ്ഫലമാകാൻ. വളരെ വലിയ ഉണർവോടും തീഷ്ണതയോടും കർത്താവിനായി എരിഞ്ഞു ശോഭിക്കുന്നതും കർത്താവിൻ്റെ സുവാർത്തയാകുന്ന സുവിശേഷത്തിൻ്റെ സുഗന്ധം പുറത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് കഴിയുന്നതുമായ വിശ്വാസികളുടെ മധ്യേ അശ്രദ്ധ കാരണം ചത്ത ഈച്ചകൾ ഉള്ളിൽ കടന്ന് സുഗന്ധവാഹിയായ സഭ മറ്റുള്ളവർക്ക് ദുർഗന്ധവാഹിയായി തീരുന്നതിന് ഇടയാകും. ഒരു ചെറിയ അശ്രദ്ധ എത്രയോ കഠിനമേറിയതും ദുഃഖകരവുമായ ഒരവസ്ഥയിൽ എത്തിക്കും. നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം. ദൈവവചനത്തെ സൗരഭ്യമേറിയ പകർന്ന തൈലത്തോട് ഉപമിച്ചിരിക്കുന്നത് പിതാവായ ദൈവമൊരുക്കിയ സൗരഭ്യമേറിയ തൈലം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തന്നെ മാധുര്യമേറിയതും അനുകരണാർഹവുമായ സ്വഭാവത്തെ അത്രേ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വാസികൾക്ക് ഉത്തേജനമാകുന്ന വാക്കുകളാണ്. വലിയ സുഗന്ധദാതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലെ ചെറിയ സുഗന്ധവാഹികളത്രേ നാം എന്ന് ചിന്തിക്കുന്നത് തന്നെ എത്രയോ അഭിമാനകരമാണ്. അല്ലാതെ നാം സ്വയം സുഗന്ധവാഹികളായി തീരുന്നതിന് കാട്ടിക്കൂട്ടുന്ന പരിശ്രമങ്ങളെല്ലാം തന്നെ വൃഥാവും വെള്ളത്തിൽ വരച്ച വര പോലെയുമാകുന്നു. ചത്ത ഈച്ചകൾ, ഇംഗ്ലീഷിലുള്ള ഭാഷാന്തരം ഒന്ന് ശ്രദ്ധിക്കുക, ഡെഡ് ഫ്ലൈസ്. തൈലം മുഴുവൻ നാറുമാറാക്കിയതുപോലെ കേവലം ചുരുക്കം ചിലരോ കേവലം ഒരാൾ മാത്രമോ മതി സന്തോഷകരമായ ആത്മീക ചുറ്റുപാടിന് കളങ്കം സൃഷ്ടിക്കുവാൻ. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന പുറപ്പെടുവിക്കേണ്ടവർ അത് ത്യജിച്ച് ചത്ത ഈച്ചകളുടെ ദുർഗന്ധം പരത്തുന്നവരായി മാറിയാലുള്ള സ്ഥിതി എത്ര പരിതാപകരമാണ്. കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന ലഭിക്കുന്നതിന് യാതൊരു പ്രയത്നങ്ങളും കാരണമാകുന്നില്ല. അത് മാനുഷ്യ പ്രയത്നഫലമായി ലഭ്യമാകുന്നതുമല്ല. കർത്താവ് താൻ തന്നെ സൗജന്യമായി പകർന്നു തരുന്ന ഒന്നത്രേ അത്. ക്രിസ്തു നമ്മിൽ വരുമ്പോൾ നാം അവൻ്റെ സൗരഭ്യം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നു. എന്നാൽ സൂക്ഷിക്കുക, ചത്ത ഈച്ചകൾ, അതായത് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപപ്രവർത്തികൾ ആ വലിയ ഉദ്ദേശത്തിന് വിനാശം വരുത്തും. എത്ര ചെറുതും നിസ്സാരവുമായ പൈശാചിക ചിന്തകളും പ്രവർത്തനങ്ങളും ദൈവവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മയ്ക്ക് വിഘ്നം വരുത്തും. ഈ ലോകത്തിൽ പാപപ്രവർത്തികളാകുന്ന ചത്ത ഈച്ചകൾ നമുക്ക് ചുറ്റും എപ്പോഴും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം ഒരിക്കലും മറന്നുപോകരുത്. അത്തരം ഈച്ചകൾക്ക് ഇടം കൊടുക്കാതുള്ള ഒരു ജീവിതം നാം നയിക്കേണ്ടതുണ്ട്. യഥാർത്ഥ വിശ്വാസത്തിന് തടസ്സമായി വരുന്നതിനിടയാകുന്ന സ്വയം, അസൂയ, പക, പിണക്കം, അവിശ്വാസം, ദ്രവ്യാഗ്രഹം, ദുർചിന്ത തുടങ്ങിയ ചത്ത ഈച്ചകൾ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നുകൂടുന്നതിന് അനുവദിക്കാതെ ശ്രദ്ധയോടുകൂടി കർത്താവിൻ്റെ വരവ് വരെയും നമുക്ക് ജീവിക്കാം. കർത്താവ് അതിന് നമ്മേവരെയും സഹായിക്കട്ടെ.